ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ബാണാസുര ഡാം വിശേഷമാണ് കേട്ടോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കേരളത്തിലെ വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ടാണ് ഇത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ മണ്ണണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തൊടിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഡാം. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശത്ത് ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വളരെ മനോഹരമായ ബാണാസുര പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ ഇവിടെ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് ബാണാസുര എന്ന പേര് വന്നത്. ബാണാസുര സാഗർ ഡാം പ്രദേശം മനോഹരമായ ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണ് കേട്ടോ. അണക്കെട്ടിൻ്റെ റിസർവോയറിൽ ബോട്ടിംഗ് നടത്തുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ്. മഴക്കാലത്ത് ഡാമിൽ ജലനിരപ്പ് ഉയരുമ്പോൾ റിസർവോയറിനുള്ളിലെ ചെറിയ ദ്വീപുകൾ നമുക്ക് കാണാവുന്നതാണ്. വിനോദസഞ്ചാരികൾക്ക് ഏറെ ആകർഷണമായതാണ് സ്പീഡ് ബോട്ട്. ബാണാസുര മലകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ബാണാസുര ഡാം എന്ത് മനോഹരമാണ് കാണാനായിട്ട്. സ്കൂൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട്. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് എത്ര സമയം ഇവിടെ നിന്ന് ചിലവഴിച്ചാലും നമുക്ക് ഒട്ടും തന്നെ മതിയാകില്ല. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും നമുക്കവിടെ പോയി കാണാനായിട്ട് തോന്നും. അത്രയും മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ പയ്യന്നൂരിൽ നിന്നും ഒരു ടീം വന്നിരുന്നു. അപ്പോൾ അവർ എല്ലാവരും ഉണ്ട് ഇതിൽ. അപ്പം എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ. ബാണാസുര സാഗർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടാകുമെന്ന്. അത് ഞാൻ എന്തായാലും ചേർക്കുകയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറേ കല്ലുകൾ കാണാം. അവിടെയൊക്കെ ഇങ്ങനെ നിറച്ചും ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പുകളുണ്ടാകും, സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ പോകുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഇഴജന്തുക്കൾ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. നല്ല പൊരിവെയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂട് അങ്ങനെ തോന്നിയല്ല. എന്നിരുന്നാലും ഒരു തൊപ്പി വേണം, അല്ലെങ്കിൽ പിന്നെ കുട വേണം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തലയിൽ ഇടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ബാണാസുര കൊടുമുടിയിലേക്ക് ട്രെക്കിംഗ് ഇവിടെയുണ്ട് കേട്ടോ. ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ജലസംഭരണി അതിൻ്റെ പരമാവധി ശേഷിയിലെത്തുമ്പോൾ മൺസൂൺ ശേഷവും മികച്ച കാഴ്ചകൾ നൽകുന്നു. സന്ദർശകർക്കായിട്ട് ഈ സ്ഥലം വളരെ ഭംഗിയായി പരിപാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എത്തിച്ചേരാനായിട്ട് വിമാനത്താവളം ഉള്ളത് കോഴിക്കോടും കണ്ണൂരുമാണ്. ട്രെയിൻ മാർഗം വരുവാണെങ്കിൽ നമുക്ക് കോഴിക്കോടും കണ്ണൂരും തന്നെ ഇറങ്ങാം. എന്നതിന് ശേഷം നമുക്ക് മാനന്തവാടിയിലേക്ക് പോകാം. അവിടെ നിന്നും പോകാം, കൽപ്പറ്റ വഴി വരാം. അങ്ങനെ ഒരുപാട് സൗകര്യമുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. സ്പീഡ് ബോട്ട് പോകുന്നത് കാണുമ്പോൾ കൊതിയാകുന്നുണ്ടാവില്ലേ. ഇതിനല്പം ചാർജ് കൂടുതലാണ്, പക്ഷെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. ബാണാസുര സാഗർ എൻട്രി ഫീസ് 40 രൂപയാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടും അവരുടെ ആക്ടിവിറ്റീസിനൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ചെറിയ ഗാർഡൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടതും കൂടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് നിന്നിട്ടില്ല. അതൊരു വലിയ കുറവ് തന്നെയാണ് കേട്ടോ. ബോട്ടിങ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ അത് വളരെ കർശനമായ ഒരു നടപടി തന്നെയാണ്. ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. വയനാട് ചായപ്പൊടിക്കും കാപ്പിപ്പൊടിക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഒരുപാട് പേര് കേട്ടതാണ്. ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. നമുക്കറിയാമല്ലോ അത്തിപ്പഴത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, എന്തുമാത്രം ഗുണങ്ങളുള്ളതാണ് അത്തിപ്പഴം എന്നറിയാമല്ലോ അല്ലേ.
അത്തിപ്പഴത്തിൻ്റെ മരവും അത്തിപ്പഴം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുനെല്ലി ക്ഷേത്രവും ബാണാസുര ഡാമും പൂക്കോട് തടാകവും ഒക്കെയാണ്. പിന്നെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വയനാട് പൊതുവെ ഫോറസ്റ്റ് ഏരിയ ആണ്. വയനാട്ടിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബാണാസുര സാഗർ ഡാം. സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഡാമിൽ ഇത്രയും വെള്ളം കുറവ്. അങ്ങനെ ബാണാസുര സാഗർ ഡാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഏകദേശം തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പോഴാണ് അവിടെ സിപ്പ് വേ ഈ സിസ്റ്റം ഉണ്ട് കേട്ടോ. അഥവാ റോപ്പ് വേ എന്നൊക്കെ പറയില്ലേ, ആ സിസ്റ്റവും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, ബാണാസുര സാഗർ ഡാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.